അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പം നമ്മളെ വീട്ടിലെ പെട്ടെന്ന് വിരുന്നുകാർ വരുന്നത് കുറേ സമയം നിൽക്കാനോ അവർക്ക് ടൈമില്ല, നമുക്ക് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുക്കാനോ ഉള്ള ടൈമില്ല. അപ്പോൾ അഡ്ജസ്റ്റ് ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ 3-4 ഐറ്റംസ് ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലൊരു മെത്തേഡ് ഉണ്ടാവുമല്ലോ സ്പീഡിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ള. അപ്പോൾ അങ്ങനെ 2-3 റെസിപ്പീസ് കേട്ടോ, ക്വിക്ക് റെസിപ്പീസ് നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് വിരുന്നുകാർ കഴിച്ചിട്ട് നല്ല അടിപൊളി അഭിപ്രായം പറഞ്ഞ് പോകും. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് എന്താണ് ഉണ്ടാക്കേണ്ട ആ ഒരു സാധനങ്ങളെല്ലാം തൊട്ടടുത്ത് തന്നെയായിട്ട് എല്ലാം എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണം, അതിനോടൊപ്പം തന്നെ ഞാൻ മുട്ടയും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 4-5 ടൈം കിട്ടുമെങ്കിൽ ഒരു 5 ഐറ്റംസ് ഉണ്ടാക്കണം. അപ്പോൾ മുട്ടയെല്ലാം കഴുകി വെച്ച മുട്ടയാണ്. അപ്പോൾ മുട്ടയെല്ലാം എപ്പോഴും കഴുകി വെച്ചാൽ നമുക്കിങ്ങനെ പെട്ടെന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈസി. അപ്പോൾ 3 മുട്ട 2 പൊട്ടറ്റോ വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ വേവിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ച് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഉപ്പെല്ലാം ഇട്ടിട്ട് ഞാനിത് പതിഞ്ഞ് മരുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണേ വേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർ സ്റ്റൗവിലേക്ക് മാറ്റി വെക്കുക. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് ഇതിന് വേണ്ട ഉള്ളി കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുമ്പേ എൻ്റെ അടുത്ത് കദളിപ്പഴമുണ്ട്, അത് വെച്ചിട്ട് ഞാനൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ കയ്യിൽ കറുത്ത പഴം ഉണ്ടാവില്ല, തൊലി കറുത്ത് പോയ പഴമല്ല, അത് വെച്ചിട്ട് ചെയ്യാനും ഇത് നല്ലൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. 4 പഴം എടുത്തിട്ടുള്ളൂ. എല്ലാം ഓരോരോ പ്ലേറ്റിൽ കുറച്ച് മതിയല്ലോ 3-4 ഐറ്റംസ് ഉണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പഞ്ചസാര 6 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വേണമെങ്കിലില്ല മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് പെട്ടെന്ന് എടുക്കാം കേട്ടോ. ഞാനിപ്പം വേറെ 2-3 സാധനങ്ങളും കൂടി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ മിക്സി കഴുകാൻ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിൽ, അതുകൊണ്ട് ഞാൻ മിക്സി എടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മുട്ട ആണെങ്കിലും മതി, പക്ഷേ ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. പഴമെന്നൊന്നും ആരും പറയില്ല കഴിച്ചാൽ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 2 മുട്ടനെ മാക്സിമം കഴിയെങ്കിൽ ചേർക്കാം. ഇനിയിപ്പോൾ മുട്ട കുറവാണ് കയ്യിലെങ്കിൽ ഒരു മുട്ട ആയാലും മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയും പഞ്ചസാരയും പഴവും നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് അവിടെ സൈഡാക്കി മാറ്റി വെച്ചാൽ ആ പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽട്ടാകട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഗസ്റ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ട കസിൻസ് ഉണ്ടാവുമല്ലോ, എന്നാലോ വല്ലപ്പോഴെങ്കിലേ വീട്ടിൽ വരുന്നുണ്ടാവുള്ളൂ, എപ്പോഴൊന്നും വരുന്നുണ്ടാവില്ല. വന്നിട്ട് വൈകുന്നേരം വന്നാൽ എനിക്ക് ജ്യൂസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമല്ല. വൈകുന്നേരം വരുന്ന ആൾക്കാർക്ക് മാക്സിമം എന്തായാലും നമ്മളൊരു ചായ കുടിക്കുന്ന ടൈമാണല്ലോ, അപ്പം നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. എൻ്റെ അടുത്താണെങ്കിൽ ബേക്കറി സ്റ്റോക്കായിട്ട് ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും ബേക്കറി ഒന്നും അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ ബേക്കറി ഒക്കെ വാങ്ങി വെച്ചാൽ പെട്ടെന്ന് തന്നെ കാലിയായിപ്പോൾ. ആ ഒരു സമയത്തിൽ ഉള്ളി, മുട്ട, പൊട്ടറ്റോ നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി അതല്ല, നമുക്ക് വേറെ ഐറ്റംസും കുറേ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എണ്ണക്കടി അല്ലാതെ വേറെതും പലതും ഞാനിങ്ങനെ ട്രൈ ആക്കലുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പം ഞാൻ എടുത്ത ഉള്ളിയിലൊന്ന് തൊലി കളഞ്ഞെടുത്ത് വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ തൊലി കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കുക്കർ ഇതാ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം 2 ഉള്ളീനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നൈസായിട്ട് കട്ട് ചെയ്യണ്ട, ഇത് നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ 2 ഉള്ളി നൈസായി കട്ട് ചെയ്ത് മാറ്റുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ആ ഒരു നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കട്ട് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈസി ആയിട്ട് പണി കഴിയും. പിന്നെ എപ്പോഴും കട്ടിങ് ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആണല്ലോ. പിന്നെ ഓരോന്നോരോന്ന് കട്ട് ചെയ്തിട്ട് നിൽക്കണ്ട. എന്തായാലും പൊട്ടറ്റോ ആ ഒരു ഇത് നമ്മൾ വേവുന്നവരെ വെയിറ്റ് ആക്കണം. ഈ ഒരു പഞ്ചസാര ഒന്ന് മെൽട്ടാകുന്ന, സാധാരണ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് മാത്രമാണെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പഴത്തിൻ്റെ ആ ഒരു കൂട്ട് പെട്ടെന്ന് ആയിക്കഴിയും. ആ ഒരു ഒറ്റ ഐറ്റം മാത്രം ചെയ്തെടുക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ഞാൻ 2-3 ഐറ്റം എന്തായാലും ഉള്ളി കട്ട് ചെയ്യുന്നവരെ വെയിറ്റ് ആക്കണമല്ലോ. പിന്നെ വേറെ 2 ഉള്ളി എടുത്തിട്ട് ഞാൻ ഇതേപോലെ നുറുക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുനുകുന ആ ഒരു തീമിലാണ് 2 ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ഐറ്റംസ് ഉണ്ടാക്കേണ്ട മസാലക്കുള്ള കാര്യങ്ങളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വാറ്റൽ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. വാറ്റണമെങ്കിൽ വാറ്റാം, നമുക്കതൊക്കെ ഞാൻ ഓരോന്ന് റെസിപ്പി ചെയ്യുന്നതിനിടയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഞാനിപ്പോൾ 2 ഉള്ളി നൈസായി കട്ട് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി. പിന്നെ ഒരു ഉള്ളി കുനുകുന അരിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. വീണ്ടും 2 ഉള്ളി കുനുകുന അരിഞ്ഞിട്ട് ഒരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ടോട്ടൽ എടുത്തത് 5 ഉള്ളിയാണ്. 2 ഉള്ളി മാത്രമാണ് നമ്മൾ നീളത്തിൽ നൈസായി കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വാറ്റിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ വാറ്റൽ പരിപാടിയൊന്നും ഇല്ലാണ്ട്, വാറ്റുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സമയം വേണ്ടേ, അത് ഒഴിവാക്കാന്നുള്ള ഇതിലാണ് ഞാൻ വാറ്റൊന്നും ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ആരായാലും നമ്മളെ വീട്ടിൽ വരുന്നത്, നമ്മൾ തൊട്ടടുത്ത കസിൻസ് ആണെങ്കിൽ വല്ലപ്പോഴും ഒരിക്കലേ നമ്മളെടുത്ത് വരുന്നുണ്ടാവുക. അവർ കുറച്ചൊരു കഥ പറയുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിച്ചണിൽ എത്തി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക, അതിനിടയിൽ ഉണ്ടാക്കിയെടുക്കുകയും പറ്റുന്ന ചെറിയ ചെറിയ റെസിപ്പീസാണ് കേട്ടോ. ഇനി സംസാരിക്കുക ഒരാളുണ്ടെങ്കിൽ അവരെ അങ്ങ് അതിൻ്റെ ഭാഗത്തിന് വിട്ടിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം.
അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ആര് വന്നാലും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണിക്കുന്നുള്ളൂ. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് കേട്ടോ. ഒന്നും നമുക്ക് ടേസ്റ്റിൻ്റെ ഒരു കോംപ്രമൈസ് ഇല്ല. നമ്മൾ എത്ര എന്ത് കുറച്ച് സാധനം കൊടുത്താലും എന്താണ് കഴിച്ചിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ് ആരും അല്ല നന്ദിയോടുകൂടിയുള്ള ഭക്ഷണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെയാണ് അവർക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കറിവേപ്പില എല്ലാം ഒന്ന് മൂന്നിലും കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആട്ടോ. ഒരു 3-4 റെസിപ്പി ചെയ്തെടുക്കുന്നുണ്ടെന്നൊരു ഫീലൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് അങ്ങനെ കഴിയും. മാക്സിമം പാത്രങ്ങൾ വലിച്ചിടാതിരിക്കുക. വലിയൊരു കട്ടിംഗ് ബോർഡാകുമ്പോൾ എല്ലാം അതുമ്പോൾ തന്നെ അങ്ങ് ഒപ്പിച്ച് വെച്ചാൽ പിന്നെ ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കഴുകലും വലിയൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ അത് മാക്സിമം നോക്കണം, കുറേ വാരി വലിച്ചിടാതെ ഈസി ആയിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത്. അതാ കുറച്ച് വലിയ കട്ടിംഗ് ബോർഡ് എടുത്ത് ഓരോ സൈഡിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴവും ആ ഒരു പഞ്ചസാരയിലും നല്ലോണം മെൽട്ടായിട്ട് എന്താണ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എത്ര പഴം ഇഷ്ടമില്ലാത്ത ആളും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാട്ടെ എല്ലാവരും കഴിക്കും. നമ്മളെ വീട്ടിലെ കുട്ടികളും ആർക്കും മനസ്സിലാവില്ല നമ്മളിതിൽ പഴം ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ടേസ്റ്റാണ്. അതാ ഞാൻ പറഞ്ഞത് കുറച്ച് മൈദ ഇട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ടെക്സ്ചർ ആയിരിക്കും. ഒരുമിച്ച് അങ്ങ് ഇടണ്ട. കേക്കൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ പൊരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നല്ല ടെക്സ്ചറായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്യണം. അപ്പോൾ 1 കപ്പ് മൈദ എനിക്ക് കറക്റ്റായിട്ടുണ്ട്. എത്രയാണോ അളവ് അതിനനുസരിച്ച് നമുക്കിതൊരു ഓവർ ടൈറ്റ് ആകണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. തിക്കായിട്ട് കിട്ടേണ്ട, ഒരിത്തിരി ലൂസ് വേണം. അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി ആ ഒരു സമയം കൊണ്ട് നമ്മൾ പൊട്ടറ്റോവും ഈ ഒരു മുട്ടയും വെന്തിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ 5 വിസിലോ 6 വിസിലങ്ങ് വന്നു പോയിട്ടുണ്ട്. കറക്റ്റ് എണ്ണാൻ വിട്ടു അതിന്. അപ്പോൾ എന്താ കറക്റ്റ് എണ്ണണം 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. എന്നാൽ പിന്നെ കറക്റ്റ് പാകമായിരിക്കും. ഇന്ന് എന്നോട് കുറച്ച് ടൈം കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ കയ്യിലാക്കിയിട്ട് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് നേന്ത്രപ്പഴം വെച്ച് ചെയ്യാം, പാളയംകോടും പഴം, കദളിപ്പഴം, എന്ത് പഴമാണെങ്കിലും കുഴപ്പമില്ല. നമുക്കിത് ഈ ഒരു റെസിപ്പി ചെയ്യാം. 2 മുട്ട മാക്സിമം ചേർക്കാൻ നോക്കാം. വേണേൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. ഇവിടുത്തെ കുട്ടികൾക്ക് ഏലക്കപ്പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. അതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാൻ ഈയിടെ നമ്മളെ കുടുംബശ്രീൻ്റെ ആൾക്കാർ വന്നപ്പോൾ ഒരു ദിവസം ചായക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടേ അവർക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടമായിരുന്നു. നല്ലൊരു അഭിപ്രായം കിട്ടി കേട്ടോ. എല്ലാവരും കഴിച്ചിട്ട് കാരണം ഇത് നമ്മൾ പൊരിക്കാൻ നേരം ഒരു ഇത്തിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിത് ഇട്ടില്ല. എല്ലാം ചെയ്തപ്പോഴാണ് കയ്യിൽ ബേക്കിംഗ് സോഡ തീർന്ന കാര്യം ഓർത്തത്. സ്റ്റോക്കില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്താലൊരു പ്രശ്നം. പൊരിക്കാൻ നേരത്ത് ഇട്ടാൽ മതി കേട്ടോ. ആദ്യമേ ചേർത്ത് വെക്കണ്ട. അപ്പം കുറച്ചുകൂടി ഷേപ്പിലാക്കിയിട്ട് നല്ലോണം റൗണ്ടായി നമ്മൾ ഉണ്ടംപൊരിയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നില്ല, അതിൻ്റെ കുഞ്ഞിൻ്റെ ആ ഒരു ഫീലിൽ ആയി കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ കയ്യിൽ മാക്സിമം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, ബേക്കിംഗ് സോഡ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ നമ്മളെ ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു മിക്സ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മൈദയും ഇട്ടിട്ട് ഒരു കൂട്ട് തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ ഈ പൊരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്. കുറച്ച് ഉപ്പുപൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നല്ല ലൂസ് ബാറ്റർ ആയിട്ടാണ് വേണ്ടത്. ആ ഒരു സമയത്ത് ഇപ്പുറത്ത് ഇത് പൊരിയുന്നുണ്ട്. അപ്പോൾ അപ്പുറം തിരിച്ചിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുന്നവരെ വറുത്ത് കോരണം. അതാ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നല്ല ഗോൾഡൻ കളർ ആകുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ പഞ്ചസാരയൊക്കെ കറക്റ്റ് പാകാട്ടോ. ഇനി ഓവർ മധുരം ആവണ്ട. ഒട്ടും എണ്ണ കുടിക്കാണ്ട് നല്ല രീതിക്ക് കിട്ടണം. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അതാ ഇതിൻ്റെ ഈ റെസിപ്പീൻ്റെ പ്രത്യേകത. ഇതിലുണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഇഷ്ടമുള്ള റെസിപ്പി ഇത് തന്നെയാണ്. ഞാൻ അധികം മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പി ഇത് തന്നെയാണ്. കഴിച്ചാൽ ആരും പറയില്ല ഇതിൽ പഴം ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ കൊടുത്താൽ എല്ലാവരും ചോദിക്കും പഴമാണോ ഇതിൽ ആഡ് ചെയ്തത് എന്നുള്ളത്. കാരണം അവരുണ്ടാക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ കഴിക്കുമ്പോൾ ഇതിൽ പഴം ഉണ്ടെന്നൊന്നും അങ്ങനെ മനസ്സിലാവും. പ്രത്യേകിച്ച് മിക്സിയിൽ അടിച്ച് ചേർക്കുന്നതാണെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല ഇതിൽ പഴം ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എല്ലാവരും കഴിച്ച് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്നും ഇത്ര കാര്യം പറയാതെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന റെസിപ്പി തന്നെയല്ല, ചെയ്യുന്ന റെസിപ്പിയാണ് നമ്മൾ പഴം കൊണ്ട് എപ്പോഴും ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്ക്. 2 മുട്ടയൊക്കെ ഇട്ട് നല്ലപോലെ പഞ്ചസാരയൊക്കെ അടിച്ച് ആ ഒരു ഘട്ടമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. മിക്സിയിലിട്ട് അടിച്ചിട്ടും ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം. കണ്ടില്ല, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. കയ്യിലൊന്നും ഒട്ടും എണ്ണ കുടിക്കാതെ. അതായത് എനിക്ക് ഇഷ്ടപ്പെടാനും കാരണം എണ്ണയൊന്നും കുടിക്കാതെ ഇങ്ങനെ കഴിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. നമ്മളെ സ്നാക്സ് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലേക്കും എണ്ണ ഒന്നും കയറിയിട്ടില്ല. നല്ല ക്രീമി എന്താ പറയുക, നമ്മൾ കേക്കിൻ്റെ ഒരു ടെക്സ്ചറില്ലേ ഉള്ളിൽ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കിട്ടും. ഇത് കുറച്ചും കൂടി ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. സോറി, എനിക്ക് ആ ഒരു ഇതിൽ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പഴയ വ്ളോഗെല്ലാം കാണുന്ന ആൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഒരു നല്ല രീതിക്കായി വരും ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കാൻ കുറച്ച് ലൂസ് ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ലൂസായിട്ട് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടകളില്ലാണ്ട് നല്ലോണം ഉടച്ചെടുക്കുക, പിന്നെ ലൂസ് ബാറ്റർ ആക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആ പഴത്തിൻ്റെ കൂട്ട് കഴിഞ്ഞ് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ കേട്ടോ ഈ 2 ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ.
കുനുകുന അരിഞ്ഞതല്ലേ, നൈസായി 2 ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത്. പാത്രം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ആ മധുരമൊക്കെ കുറച്ച് അവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലാന്ന്. അതൊന്നും മനസ്സിലാവുമൊന്നുമില്ല. ഇടയ്ക്കിടെ പോയിട്ട് പാത്രം കഴുകാൻ അതിനും നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിം അങ്ങനെ ആക്കി പൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ ആ ഒരു പഴത്തിൻ്റെ മിക്സ്. ഈ ഒരു ഉള്ളിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, കുറച്ച് മൈദ, ഇതൊന്ന് ടൈറ്റാകാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് എന്താണ് മഞ്ഞൾ, മുളക്, പിന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പക്കാവട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിവിടെ ഉള്ളിവട എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ആ മൊരിഞ്ഞ് വരുമ്പോൾ ആ ഉള്ളി വേഗം ക്രിസ്പി ആയിട്ട് വരികയും ചെയ്യും. പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളിപ്പോൾ ഉള്ളിവടയും വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പൊരിച്ച് നോക്കിയാട്ടെ, പ്രത്യേക ടേസ്റ്റ് തരും. എന്തായാലും എണ്ണക്കടി കഴിക്കുമ്പോൾ ഹെൽത്ത് വൈസ് ഒന്നും നോക്കണ്ട, നമ്മൾ ടേസ്റ്റ് വൈസ് നോക്കിയാൽ മതി. എന്തായാലും നടക്കൂല, പിന്നെ ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക, കഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റിന് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെത്. അങ്ങനെ കുറച്ചും കൂടി ലൂസായതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരിങ്ങനെ ഒരാൾ മെയിനായിട്ട് കമൻറ്റ് അയക്കുന്നുണ്ട് എന്താണ് ഗ്ലൗസ് ഇടാത്തത് എന്നുള്ള. അപ്പോൾ ഗ്ലൗസ് ഇടാത്ത വേറൊന്നും അല്ലാന്ന്, ഞാൻ എൻ്റെ മക്കൾക്കോ എൻ്റെ വീട്ടുകാർക്കല്ലേ വെച്ചുണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഞാൻ ഗ്ലൗസ് ഇടേണ്ട ആവശ്യം? എനിക്കാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഒരു പണി എടുത്തിട്ടും തീരുന്നില്ല കേട്ടോ, എനിക്കിട്ട് ആവുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ വീട്ടിൽ ഗ്ലൗസ് ഇട്ടിട്ടാണോ കുക്ക് ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്യാൻ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് ഈ ഗ്ലൗസ് ഇട്ടാൽ പെട്ടെന്നൊന്നും ആയി കിട്ടുന്നില്ല എന്നേ. നമ്മൾ അങ്ങനത്തെ പരിഷ്കാരികളൊന്നുമില്ല. സാധാരണ വീട്ടിലിങ്ങനെ നമ്മൾ സാധാരണ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വീഡിയോ ആയിട്ട് ഒരു ഗ്ലൗസ് എല്ലാം ഇട്ട് പ്രത്യേക ഒരു കുക്കിംഗ് ഇല്ല കേട്ടോ. നമ്മളെന്താണോ കഴിക്കുന്നത് കഴിക്കുന്നത് അത് നിങ്ങൾക്കും കൂടി കാണിക്കുന്നതെന്നല്ലാണ്ട് അങ്ങനെ അതൊന്ന് പൊട്ടറ്റോ നല്ലപോലെ മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇത് ലോ ടു ഹൈ ആക്കിയിട്ട് പൊരിച്ചെടുക്കട്ടോ. ഉള്ളിവട എന്ന് പറയുമ്പോൾ ഓവറായിട്ട് അങ്ങ് ഉള്ളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താണ് പൊരിഞ്ഞ് വരുന്ന സാധനം. പക്ഷേ അത് ക്രിസ്പിനെസ് എന്തിനും നല്ല ടേസ്റ്റാണല്ലോ ഉള്ളിവടക്കും. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ മാഷ് ചെയ്തതിലേക്ക് ഞാൻ കുനുകുന അരിഞ്ഞതുണ്ടല്ലോ, 2 സവാള കുനുകുന അരിഞ്ഞത്. ഇപ്പം കിട്ടുന്ന സവാള കുഞ്ഞു കുഞ്ഞു സവാള, അതാണ്ട് 2 ഇട്ടത്. വേണമെങ്കിൽ 1 മതി, വലിയ സവാളയൊക്കെ ആണെങ്കിൽ 1 ആവശ്യം ഉണ്ടായി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇതിലൊക്കെ ചേർത്താൽ ടേസ്റ്റ് കൂടും. ഇവിടെ എല്ലാവർക്കും ഉള്ളി പച്ചക്ക് തിന്നതിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമുള്ള ആൾക്കാരല്ല. എൻ്റെ വന്ന ഗസ്റ്റിനും വലിയ കുഴപ്പമില്ല, അത് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാട്ടാതെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളില്ല സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്ലേറ്റിൽ തന്നെ മാറ്റാം. പിന്നെ വേറൊരു പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് അങ്ങനെ മാറ്റി കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പൊരിച്ച് കോരിയാൽ ഞാൻ എടുക്കുന്ന ഫ്രൈ പാനാണ് എടുക്കുന്നത്. കാരണം ഈ ഒരു പാൻ എടുത്തുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റിലേക്ക് ചൂടോടെ പൊരിച്ചിടുമ്പോൾ പ്ലേറ്റിനൊക്കെ പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കും. ഇതാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ പൊരിച്ച് വറുത്ത് കോരുന്ന സംഭവങ്ങളൊക്കെ ഒരു ഫ്രൈ പാനിൽ വറുത്ത് കോരുക, അതൊക്കെ ഒരു ടിപ്പാണ് നമ്മളെ കിച്ചണിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ആ ഉള്ളീൻ്റെ ഒപ്പം മസാലകളിലൊന്ന് വഴറ്റിയിട്ട് സാധാരണ നമ്മൾ ബോണ്ട ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയാണല്ലോ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഈ ഉള്ളി കടിക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രത്യേകിച്ച് ടൈമൊന്നും വേണ്ട, കുറച്ചൊരു സമയം ഒരു 2-3 സെക്കൻഡ് അധികം വേണമായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാത്രം കാലിയായി കിട്ടിയപ്പോൾ ഇതിലേക്ക് ഞാനിതാ വീണ്ടും നമ്മളെ ഈ ഒരു ഉള്ളി കുനുകുന അരിഞ്ഞതുണ്ടല്ലോ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മുട്ട തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്, വേവിച്ചത്. ഒരു മുട്ട പണി പറ്റിപ്പോയിട്ടുണ്ട്, കാരണം ഓവറായിട്ട് വെന്തിട്ട് അതിൻ്റെ മഞ്ഞയൊക്കെ ഇങ്ങ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട എപ്പോഴും നമ്മൾ വേവിക്കുന്ന സമയത്ത് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത്, കുക്കറിൽ വേണമെന്നില്ല, കുക്ക് ചെയ്തെടുത്താൽ മുട്ട നല്ല ഷേപ്പിലായി കിട്ടും കേട്ടോ. ഇങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ പൊട്ടറ്റോ വേവിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മുട്ടയും കൂടി ആവട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മുട്ട നടുകേക്ക് ഇടുക, അതിൽ നിന്ന് മഞ്ഞ എടുത്ത് മാറ്റുക, എന്നിട്ട് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയിട്ട് നമുക്ക് മഞ്ഞയിലേക്ക് മിക്സ് ചെയ്യാം. മഞ്ഞയിൽ മിക്സ് ചെയ്ത് ഒരു ഫില്ലിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കടലമാവ് മൈദയും ഒക്കെ ഇട്ട് ആ ഒരു ബാറ്റർ നല്ല ലൂസ് ബാറ്ററായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുഞ്ഞു 3-4 ഐറ്റംസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓരോരുത്തർക്ക് വലിയ ബോണ്ടയാകുമ്പോൾ അത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കണ്ടേ. ഒരു ബോണ്ട വലുങ്ങനെ നമ്മൾ കൊടുത്താൽ അത് കഴിക്കുമ്പോഴത്തേക്കാണ് ചില ആൾക്കാരെ വയറങ്ങ് ഫീലാവും. അപ്പോൾ കുഞ്ഞായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ അതുകൊണ്ടാണ്. എല്ലാത്തിൻ്റെ ടേസ്റ്റ് വന്ന ആൾക്കാർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത് നൈസ് ബാറ്റർ ആകുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ നമ്മൾ പച്ചക്കാണല്ലോ ഉള്ളി ഇട്ടിട്ടുള്ളത്, ആ ഉള്ളിയൊക്കെ മൊരിഞ്ഞ് ഒരു പ്രത്യേക ഫ്ലേവറായി വരും കേട്ടോ. ആ പച്ച മുളകും ഉള്ളിയും കറിവേപ്പിലയും മല്ലിയിലയും ആ ഒരു ഇതൊക്കെ
അത് പ്രത്യേക ഫ്ലേവർ, നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബോണ്ട ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. തണിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ. അതായത് തണിയാന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ഈ ഒരു ബോണ്ട വലിയ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് എണ്ണയിൽ മുക്കി വറുത്താൽ മതി. മിക്സിംഗ് ഒക്കെ നമുക്ക് ആദ്യമേ ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരുന്നത് നമുക്ക് മുൻകൂട്ടിയിട്ടൊരു ഒരു ഹിൻഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവങ്ങൾ മിക്സ് ചെയ്ത് വെച്ച് അവർ വന്നാൽ ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മിക്സിംഗ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. മിക്സിങ് ആദ്യമേ ചെയ്ത് വെക്കാം. ഇപ്പോൾ ഉള്ളിവടയുടെ ആയാലും ബോണ്ടയുടെ ഒക്കെ മിക്സ് ചെയ്ത് വെക്കാം. അവർ വന്ന ചായ ഇപ്പോൾ തിളപ്പിക്കുന്ന സമയം കൊണ്ട് ഓരോന്നോരോന്നായി വറുത്ത് കോര. ഇനിയിപ്പോൾ 2 ചീനച്ചട്ടി വെച്ചിട്ട് അങ്ങനെയും വറുത്ത് കോര നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ വേസ്റ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഓരോരോ സ്റ്റെപ്പായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എവിടെയും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇനിയിപ്പോൾ അപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചാലും അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ടൈമില്ല. കാരണം നമ്മളെവിടെയും വെറുതെ നിൽക്കുന്നില്ല, ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് സ്റ്റെപ്പ് ബൈ നമ്മൾ ചെയ്യുമ്പോഴൊരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വരുന്നവർക്ക് ഇത്രയും കാര്യം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയല്ല കേട്ടോ. എനിക്കൊരാൾ വന്നാൽ നമ്മളടുത്ത് എപ്പോഴെങ്കിലും ഡെയിലി വരുന്ന ആളാണ് കുഴപ്പമില്ല. ഒരു പ്രാവശ്യം പിറ്റേ അപ്പുറത്തെ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്നൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളിയിലേക്ക് മഞ്ഞ നല്ലപോലെ മിക്സ് ചെയ്യുക, കൈ കൊണ്ടൊന്ന് ഞെരടി എടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇഷ്ടം നിങ്ങൾക്ക് ഉള്ളി, ചില ആൾക്കാർക്ക് ഉള്ളി പച്ചക്ക് കഴിക്കാൻ തന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത്. ഇതിലൂടെ നമുക്ക് ആദ്യമൊന്നും എനിക്കും അത്ര വലിയ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ല എന്നല്ല, പ്രശ്നമില്ല, നമ്മളത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉരുട്ടി എടുത്തതിന് ശേഷം മുട്ടയിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ആ മുട്ടയുടെ പകുതിയും കൂടി ഇതിൻ്റെ മേലെ കവർ ചെയ്തിട്ട് നമുക്ക് ആ കടലമാവിൽ മുക്കിയെടുത്തിട്ട് പൊരിക്കാം. ഞാനിപ്പോൾ ക്വാണ്ടിറ്റി കൂടണമല്ലോ, അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നില്ല. പിന്നെ ഇത്രയും വലുത് കഴിക്കാൻ ഒരാൾക്ക് ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. അതുകൊണ്ട് ഞാൻ ഹാഫിൽ മാത്രമേ ഫില്ലാക്കിയിട്ട് രണ്ടും മൂടി വെക്കുന്നില്ല കേട്ടോ. മറ്റേ മുട്ടയുടെ ഹാഫ് വെച്ച് മൂടാതെ ഇത് ഡയറക്റ്റ് കടലമാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൂസ് ബാറ്റർ ആയിരുന്നല്ലോ, അപ്പോൾ മുട്ടക്ക് അത്ര ലൂസ് ബാറ്റർ പറ്റൂല. അപ്പോൾ 1 ടേബിൾ മൈദയും കൂടി അതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒന്നും കൂടി തിക്ക് ബാറ്ററാക്കി മാറ്റുന്നുണ്ട്. എന്നാലേ നമുക്ക് ആ ഒരു മുട്ട ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ലൂസാകുമ്പോൾ നിങ്ങൾക്കറിയാലോ, മഞ്ഞയൊക്കെ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മുട്ട പൊരിക്കുന്നത് ആ ഒരു പണി നമ്മൾ ലാസ്റ്റ് ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ഐറ്റംസ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് ലാസ്റ്റ് നമ്മൾ മുട്ട പൊരിക്കാൻ നിന്നത്. ആദ്യം നമ്മൾ പൊരിച്ചത് പഴത്തിൻ്റെ കൂട്ടാണ്, രണ്ടാമത് പൊരിച്ചത് ഉള്ളിവട, മൂന്നാമത് പൊരിച്ചത് ബോണ്ട, നാലാമത്തതാണ് നമ്മൾ മുട്ട പൊരിക്കാൻ ഇട്ടിരിക്കുന്നത്. കാരണം ഈ എണ്ണ പിന്നെ നമുക്ക് പ്രശ്നമാണ്. പിന്നെ ഞാൻ എണ്ണ കുറച്ച് മാറ്റിയിട്ടാണ് മുട്ട ഇട്ടെടുത്തത്. കാരണം മുട്ട പൊരിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. കാരണം പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ദൂരത്തൊക്കെ നിന്നിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് കവർ ചെയ്തുകൊണ്ട് അങ്ങനെ പൊട്ടലും കാര്യങ്ങളൊന്നും എനിക്ക് നടന്നിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ചായ വെക്കണം. കാരണം നമ്മൾ ഏകദേശം സ്നാക്സ് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചായ ചൂടോടെ സെർവ് ചെയ്യണം. അതുകൊണ്ട് ബോണ്ട രണ്ടാമത്തെ ബാച്ച് ഇട്ടപ്പോഴാണ് ഞാൻ ചായ കാച്ചി അങ്ങനെ ഒക്കെ ടവൽമിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ വന്നൊരാൾ കഴിച്ചാൽ ഒന്നിനും ഒരു പ്രശ്നം പറയും. ഒരു വൈകുന്നേരമൊക്കെ ചൂട് ബോണ്ടയും ഒരു ചായയൊക്കെ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ഫീലല്ലേ. ഈ ഉള്ളിവടയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഉള്ളിവടയിൽ ആരൊക്കെ മുട്ട ചേർക്കലുണ്ട്, മുട്ട ചേർക്കാണ്ട് നമുക്ക് ഉള്ളിവട ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഓരോരോ മെത്തേഡായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഞാനിവിടെ കൊടുത്ത ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിലൊരു പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വന്നാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ പണിപാളി പോലെ നിൽക്കും. അയ്യോ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യൂ, ഒന്നും ചിലപ്പോൾ കയ്യിലുണ്ടാവേയില്ല. അങ്ങനത്തെ സമയമുണ്ടോ. ഉള്ളിയും മുട്ടയൊക്കെ എന്തായാലും നമ്മൾ കിച്ചണിൽ ഉണ്ടാവുമായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എണ്ണക്കടി കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സാൻഡ്വിച്ച് ഐറ്റംസ് പോലെയുള്ളത് വേറെ കുറേ സ്നാക്സ് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഇൻഷാല്ല വേറൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഗസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും.